That's gone for 6. Beautiful. Missed it. It was in the air forever. Now if you pitch it up there. A ball in. That's the way to do it. Class of Trent Bolt. Second game for Shubman Gill. That's going to be for. ഡോക്ടറാണ് മമ്മി. വരൂ, അവിടെയാണ്. I think. Yes, it is. Gautam Gambhir takes. ദൈവം ഇഷ്ടപ്പെട്ടവരെ പെട്ടെന്ന് അവനിലേക്ക് വിളിക്കും. മോൻ ടെൻഷൻ ആവരുത്. ഡോക്ടർ വിളിച്ചിട്ടാണ് മമ്മ അറിഞ്ഞത്. അവിടുത്തെ മറ്റു കാര്യങ്ങൾ മമ്മ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു കുറച്ചു നാളായിട്ട് തീരെ വയ്യെന്ന്, മരിക്കുന്നതിന് മുമ്പ്. ആരും അറിയരുതെന്ന് മമ്മിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. സോറി. ഒന്നാലോചിച്ചാൽ അത് നന്നായി. ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അവള് പോയല്ലോ. ഇനി മോൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. മമ്മ വരുന്നുണ്ട്. ഇവിടെ നിന്നാലും മോന്റെ കാര്യങ്ങളൊക്കെ നടക്കും. എന്തൊരു സ്റ്റെപ്പാ. നീ വലിയ ആളായല്ലോ. ചെറുപ്പത്തിൽ കണ്ടതാ. മോൻ ബാഗും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ. വാ പോകാം, ഇരുട്ടായി. കേറ്. പപ്പയുടെ പെട്ടെന്നുള്ള മരണം, അതിനുശേഷമാണ് മമ്മി ഒരു രോഗിയായത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മമ്മിക്ക് ഞാനും എനിക്ക് മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ മമ്മിയുടെ മരണം കൂടിയായപ്പോ ശരിക്കും ഞാൻ തനിച്ചായതുപോലെ. എങ്ങനെയുണ്ട് പുതിയ സ്ഥലത്തെ താമസമൊക്കെ? ആ, കുഴപ്പമില്ല. ജവഹർ കോളനി ഇല്ലേ, അതിനടുത്താ മമ്മിയുടെ വീട്. ആണോ? അതിനടുത്ത് തന്നെ എന്റെയും വീട്. കഷ്ടി 1 കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന്. ഓ, മമ്മയെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ട് അവിടെ? മാമന്മാര് ഒന്നല്ല 4 പേർ. എന്നിട്ട് ഇതുവരെ അവരെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവളോടതിന് ഒരു മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചില്ല. എന്റെ മമ്മി പോലും അവരെക്കുറിച്ച് പലതും മറച്ചുവെച്ചു. ചിലപ്പോ അവരെ കാണുന്നതോ അവരുമായി ഇടപഴകുന്നതോ ഇഷ്ടമല്ലായിരിക്കും.
മമ്മിക്ക് അവരെ ഭയമായിരുന്നു. അതുപോലെ അവരും ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു. മമ്മി അവസാന നാളുകളിൽ അവരെക്കുറിച്ച് എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വേദനകൾക്കിടയിൽ വാക്കുകളെല്ലാം അവ്യക്തമായിരുന്നു. എന്തായിരിക്കും മമ്മി പറയാൻ ശ്രമിച്ചത്? വാടാ, വാ, വാ, വാ. ഇതുവരെ എന്നെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിനക്ക് എത്ര വേണ്ടത്? 3 കെട്ടെടുത്ത് ബാഗിൽ വെച്ചേക്ക്. റൂബി, ഗോ ഗോ ഗോ, ടേക്ക് റെസ്റ്റ്. മമ്മ, ഇത് വെള്ളം ചൂടാക്കില്ലേ മമ്മ? അയ്യോ മറന്നു. എനിക്ക് 9 മണിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ? ചൂടാവില്ലേ? ഇപ്പൊ റെഡിയാക്കി എന്താ തരാം. എന്താ മമ്മ ഇത്? കുഞ്ഞുമാവ തണുത്ത വെള്ളത്തിൽ കുളിച്ചാലേ പനി വരും. എടുത്തു വെച്ചു. ഒന്ന് പോടാ. മമ്മയാണ് ഇവർക്കെല്ലാം. മമ്മയ്ക്കും അങ്ങനെ തന്നെ. ഇവർ നടത്തുന്ന എല്ലാ ഇല്ലീഗൽ ഇടപാടുകൾക്കും പൂർണ്ണ പിന്തുണയുമായി മമ്മ കൂടെ തന്നെയുണ്ട്. ഇതുമായൊക്കെ പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് ഞാനും. അമ്മാവന്മാരിൽ ഏറ്റവും ഡീസന്റ് എബിയങ്കിളാണ്. എബിയങ്കിളിന് മാത്രമേ ഒരു കുടുംബമുള്ളൂ. നിലവിൽ ഇല്ലീഗലായ എല്ലാ ഇടപാടുകളും നിർത്തി ഈ കുടുംബത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ. അതുകൊണ്ട് തന്നെ ജോസങ്കിൾ ഒഴികെ മറ്റു മാമന്മാരുമായി പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അവരൊക്കെ എബിയങ്കിളിനെ കളിയാക്കാറുമുണ്ട്. എന്നാലും എബിയങ്കിളിന് പ്രതീക്ഷയുണ്ട് ഒരു നല്ല ജീവിതത്തെക്കുറിച്ച്. ഹലോ, പപ്പ ഇസ് ഹോം. കമോൺ. അവൾക്കൂടെ കൊടുക്കണ, സൂക്ഷിച്ചു വിളിച്ചോ. എന്തായി? ചോറൊന്നും ആയില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ്. നേരമായിരുന്നു. മനുഷ്യരുടെ വിശന്ന് പുറല് കഴിഞ്ഞിരിക്കുമ്പോഴാണ്. വേഗം എടുത്തു വയ്ക്കും. ഹലോ, എന്താണ് വിശേഷം? വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരേ മെനുവാ. കാലത്ത് ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്. മേശപ്പുറത്തൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് സമാധാനപ്പെടണ്ടേ ബി? നിനക്ക് കാറൊന്നുമില്ല കളിക്കാൻ. നിനക്ക് ഞാനൊരു ബെൻസ് വാങ്ങിച്ച. ബെൻസ്. ഇത് ഇന്നത്തെ പേപ്പറല്ലോ. ബെഡ്റൂമിൽ കൊണ്ടേ വെച്ചോ? ഇല്ല, എടുത്തിട്ടില്ല. ഉച്ചയായി. പേപ്പറൊന്നും എടുത്തൂടെ? അതിനെന്റെ കൈയൊന്നും ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഇനിയിപ്പോ ഞാൻ എടുത്തോളാം.
ഇതൊന്നും ജോസങ്കിളിനെ തിരഞ്ഞ് പോലീസുകാർ എല്ലായിടത്തും എത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എബി അങ്കിളാണെങ്കിൽ പലപ്പോഴും പരിഹസിച്ചാണ് വിടാറ്. അതിന്റെ ഒരു അരിശം അവർക്കുണ്ടെങ്കിലും അവരത് പുറമേ പ്രകടിപ്പിക്കാറില്ല. സാറന്മാരെ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ വന്നിട്ടില്ല, വരാറുമില്ല. തന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഒന്ന് പോടോ. സാറിന് ഈ പൂവ് വേണം, നല്ല മണമുള്ള പൂവാ. ഈ പരിസരത്തൊന്നും ഇത്രയും മണമുള്ള പൂവ് കിട്ടില്ല. വാങ്ങിക്കൂ സാറേ, കൊറേ നേരയിലെ വെയിറ്റ് ചെയ്യുന്നു. വാങ്ങിക്കൂ സാറേ. ഹാവ് എ നൈസ് ഡേ. ഇവന്റെ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട്. അവനെ നമുക്ക് പിന്നെ കിട്ടും. ഭാര്യയും മക്കളും കാറിലുണ്ട്. പച്ചക്കറി നോക്കാനാന്നാ പറഞ്ഞത്. അല്ല, ഫോണിലൂടെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പഴയതുപോലെയല്ല കാര്യങ്ങള്. പെർസെന്റേജ് കൂട്ടിത്തരണം. കഴിഞ്ഞ 3-4 വട്ടം പറഞ്ഞ തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. നടക്കില്ല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലല്ലോ. ഈ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ താൻ സഹിക്കൂ. അത് പിന്നെ ഇപ്പൊ കൈനന ഏതാണല്ലോ കിട്ടുന്നത്. ചുമ്മാ കിട്ടുമ്പോ അങ്ങനെയാ. ഇത് മനുഷ്യന്റെ മാത്രം സ്വഭാവം. സോളമ, ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന കാര്യം മറക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റ് 1 വർഷം തരുന്നതിന്റെ 10 ഇരട്ടിയാ ഞങ്ങൾ തനിക്ക് തരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ പേര് നടക്കുന്ന സുധാകരന്മാരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെയും കിട്ടും. പിന്നെ അപ്പന്റെ കാലം മുതലേ ഞങ്ങളുടെ ഡീലിൽ താനുണ്ട്. അതിന്റെ പേരില് വെറുതെ അത്യാഗ്രഹം കാണിക്കില്ല സുധാകര. മുസ്തഫ, ആ ജോസിനോട് കുറച്ചു ദിവസം കൂടി മാറി നിൽക്കാൻ പറഞ്ഞേ. ഇന്ന് ഇവനൊക്കെ ആരുടെ കളിക്കുന്ന അവർക്ക് ശരിക്കും അറിയില്ല. അവർ പഠിപ്പിച്ചു കൊടുക്കാൻ പിടിച്ചേ. ഇതെന്തിനാ വേക്കട അവന്റെ അണ്ണാക്കിലേക്ക് ഒട്ടിക്കണം. അല്ലെ ഇറങ്ങ്, ഇറങ്ങി വാടാ. അല്ലെ നോക്കടാ. എന്താണ് പ്രശ്നം? ഇറങ്ങടാ. വേടാ, ധൈര്യം വേടാ. എവിടേക്കാണ് ഈ പോകുന്നത്? എന്താണ് ചുറ്റിക്കറണ? അടിയുടെ അവന്റെ നെഞ്ചത്തേക്ക്. മച്ചാനെ സ്ഥലം വിട്ടോ, നൈസ് കൂട്ടായിക്കോ. ഓടിക്കോടാ. ഇപ്പൊ മനസ്സിലായടോ ഇതിന്റെ ഗുണം. ഏതിന്റെ? മുസ്തഫ, നിനക്കെന്താണ്? അതൊരു പീസ് കൂടി ഇങ്ങോട്ട്. നിന്നോടല്ല, എന്റെ മോനോടാ ഞാൻ ചോദിച്ചു. കഴിക്കുമോനെ. എന്തൊരു തീറ്റയാടാ. എന്താ എന്താ മമ്മ ഒന്നും കഴിക്കാത്തത്? ജോസ് അവനിപ്പോ എവിടെയാണോ എന്തോ. അവനെന്നെ വിളിച്ചിരുന്നു.
വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന്. റാക്കെല്ലാം കാലിയാ. ഞാൻ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. ലിസ്റ്റ് ഉണ്ടായിക്കോ. പെട്ടെന്ന് വേണം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, സൂപ്പർ മാർക്കറ്റിൽ എന്താ കാര്യം? ചുമ്മാ ജോസ് ചായനൊന്ന് കാണാനാ. പുറത്തിറങ്ങാൻ പറ്റാത്ത ആളിപ്പോ സൂപ്പർ മാർക്കറ്റിലാണോ ഉള്ളത്? എന്താണോ അത്ര അർജന്റ്? ഒന്നുമില്ല, ചെറിയൊരു ഡീൽ. എന്തിനു ചെറുതാക്കുന്നേ? വലിയ ഡീലാക്കി കൂടെ? നിന്നോട് ഇതിൽ ഇടപെടണ്ടെന്ന് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞല്ലേ ഡേസി. നമ്മുടെ 2 പിള്ളേരെ ഓർമ്മയല്ലേ? ഞാൻ അതിലാ ഇടപെട്ടത്. അവരുടെ ഡാഡിയുടെ ജോലി എന്താന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത്? മയക്കുമരുന്നിന്റെ കച്ചവടാണെന്നോ? ഇതൊക്കെ നിനക്ക് മുന്നേ അറിയണതല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ എന്റെ തൊഴിലിനെ പറ്റി. ആ സമയത്ത് ഇതൊന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് എനിക്കില്ലായിരുന്നു എന്നറിയാലോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും ജോസ് ചായനെ തെരഞ്ഞ് പോലീസുകാർ ഇവിടെ വരും. ഇവിടേക്ക് എന്തിനാ അവര് വരുന്നേ? കുട്ടികളും പേടിക്കണു. എബി, മാന്യമായിട്ട് ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഷ്ടപ്പെടാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ഷമിക്ക് ഡേസി. മടുത്തു ശരിക്കും. എനിക്കറിയാം ഇതൊരു ചുഴിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നേക്കുള്ള ആഗ്രഹം എനിക്കുണ്ട്. മക്കളെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് അവസാനിപ്പിക്കണം. ഇയാളൊന്ന് പോയേ, എനിക്ക് ജോലിയുണ്ട്. നീ എനിക്ക് ആ ലിസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യ. ഇച്ചാനെ കാണാൻ ഇപ്പൊ പാത്തും പതിങ്ങി വരേണ്ട അവസ്ഥയായി. നമുക്കിതൊക്കെ അവസാനിപ്പിച്ചൂടെ? അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് ഷെയർ മാർക്കറ്റിലോ മറ്റോ. അതിനെനിക്ക് കമ്പ്യൂട്ടർ അറിയണ്ടേ? എനിക്കാണെങ്കിൽ ഒന്നും അറിയയില്ല. എന്നാ പിന്നെ വേറെന്തെങ്കിലും ബിസിനസ് നോക്കാലോ. എന്തിനാ വേറെ ബിസിനസ് നോക്കുന്നേ? അപ്പനായിട്ട് ഒരു വഴി കാണിച്ചു തന്നിട്ടില്ലേ? മരുന്ന് കച്ചവടം. മയക്കുമരുന്നെന്ന് പറ. മയക്കാണെങ്കിലും അതും മരുന്നല്ലേ? നമുക്ക് ആ ബിസിനസ് മതി. മതി, നന്നാവുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. എടാ, ഏത് സാധാരണക്കാരനും നീ പറഞ്ഞൊക്കെ പറ്റും. പക്ഷെ ഒരു ഗാമ്പിനും ആവാൻ എല്ലാവർക്കും പറ്റില്ല. അതിന് ചങ്കൂറ്റം വേണം. താല്പര്യം വേണ്ട. ഞാനേ ഷോപ്പിങ്ങിന് പോവാ. ഞാൻ ആ വഴിയിലിറക്കാം. ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ആളെ കാണായിരുന്നു. ഞങ്ങൾക്ക് അവനെ തന്നെ വേണമെന്നില്ല. തീരുമാനാക്കാൻ നീയായാലും മതി. തീരുമാനം അറിയിക്കണം. ശരി, പോയിട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവളോട് പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അവൾ അറിഞ്ഞോ? ഇല്ല, പറഞ്ഞില്ലേ. ഏയ്, എന്താ സോളമ? എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. എന്ത് വിധി നീ പറയണേ? മോനെ, സോളമ, സോളമ, നീ എന്താ ഈ കാണിക്കുന്നേ?
മമ്മ എവിടെ? ചൈന വിട്ടു പോയതാ. ആ ചിയേഴ്സ്. നാണല്ലോടാ പെൺകുട്ടികളെ പോലെ ബിയറടിക്കാൻ. ഇതേ എന്റെ ഇഷ്ടം. ഓ കുറച്ചു കാലമായി നിന്നോടൊരു കാര്യം തിരക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ? നിനക്കെന്തെങ്കിലും കേസ് കിട്ടുണ്ടോ? ഇച്ചായനത് ഒരുമാതിരി വളച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാ പറ. ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? അതെന്ത് പറ്റി? പ്രേമിച്ച് സമയം കളയാനൊന്നും എന്നെ കിട്ടില്ല. നോ ഇൻട്രസ്റ്റ്. ഓ പിന്നെ എങ്ങനെയാ ഈ സമയമൊക്കെ കളയാൻ പോകുന്നത്? ഇങ്ങനെ ബിയർ കുടിച്ചോ? അതോ മറ്റവനെ മൂക്കി വലിച്ചോ? എബി മരിച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. അവന് വേണ്ടി, അവന്റെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല അലക്സേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അലക്സേ? ചെയ്യണം. നീ പെട്ടെന്ന് കുളിച്ചിട്ട് വാ, എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഒരു കാറ് വേണം. അതിന് കാറ് ഇവിടെ ഉണ്ടല്ലോ. ദേ ഇങ്ങോട്ട് ക്ലാസ് വേണ്ട, ഞാൻ പറയും അത് കേൾക്കുക. റോഡിൽ വെറുതെ കിടക്കുന്ന കാറ് കാണും, അങ്ങനെയുള്ള ഒരെണ്ണം രാത്രി 11 മണിക്ക് മുമ്പായി ഇവിടെ എത്തിക്കണം. ഇതൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? പറ്റും. ഇത് നിനക്കൊരു അവസരം കൂടിയാണ്. ഇനിയും നിനക്ക് അവസരം വരും ഇത് വിജയിപ്പിച്ച് കാണിച്ചാൽ. ഇങ്ങനെ തന്നെയാണ് ഓരോന്ന് പഠിക്കേണ്ടത്. അപ്പൊ രാത്രി 11 o'clock ഷാർപ്പ്. ഒരു അത്യാവശ്യത്തിന് പോകുമ്പോഴേ അവന്റെ ഒരു വലി ചവിട്ടി കൂട്ടി ഞാൻ. ഇവന്റെ അതും കൂടെ എടുത്തേക്ക്. ആ കാറോടെ വീണ്ടും പുറകിലുണ്ട്. ഞങ്ങൾ ഉടനെ വരും. അഥവാ ആരെങ്കിലും ഫോണിൽ വിളിച്ചാ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ വീണ്ടും ചോദിച്ചാൽ ബാത്റൂമിലാണ്. എടുക്കെടുക്ക്, വാ പോവാ. ട്രാഫിക് കൺട്രോൾ, തൊണ്ടയാട് ബൈപ്പാസ് റോഡിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു കാറ് കിടന്നു. ഓവർ. തൊണ്ടയാട് ബൈപ്പാസ് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. ഓവർ.
ആൽബിനോസിനോടാണോ നിന്റെ കളി? വാട്ടി. എന്തു പറ്റി? എന്താ തനിച്ച്? അവരൊക്കെ എവിടെ? ചിലക്കാണ്ട് പോകുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. West away. Suarez. Necessary touch. Keylor Navas. Realistic, isn't it, to expect LFO to beat ഏയ് മുസ്തഫ, നിന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം. ഏത് ബാർബർ ഷോപ്പിൽ നിന്നാ വെട്ടിയത്? ബാബർ ഷോപ്പിൽ നിന്നല്ല. സെൽഫ് കട്ടിംഗ് ആണോ? ഒരു ഫ്രണ്ട് വെട്ടി തന്ന. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഗേൾ ഫ്രണ്ട് ആണോ? എന്തായിരുന്നു അവളുടെ പേര്? മറന്നു. സൽമ. കണ്ട പറയത്തിൽ അവള് വെട്ടുവന്ന്. പുറത്തുള്ളവർക്ക് വെട്ടിക്കൊടുക്കൂ. കണ്ടില്ലേ ഈ മുടി? ഇത് നല്ല സ്റ്റൈലായിട്ട് വെട്ടാൻ. നീ പറഞ്ഞാൽ അവള് വെട്ടിത്തരും, പറയില്ലേ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ അങ്കിളല്ലേ? ഏയ് മുസ്തഫ, കോഫി? എന്താ പേര്? മുസ്തഫ. ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് മുസ്തഫയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ജോസ്, അലക്സ്, പിന്നെ ഒരുത്തനുണ്ടല്ലോ, ആരാത്? സോളമൻ. സോളമൻ. അവനെ മാത്രം കിട്ടിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തന്റെ മുഴുവൻ പേരെന്താന്ന് പറഞ്ഞു? മുസ്തഫ അഹമ്മദ്. അഹമ്മദ് ഫാദർ ആണോ? അതെ. താൻ ഈ ഇവരുമായിട്ടുള്ള ബന്ധം എന്താ? ഈ വീടുമായിട്ടുള്ള ബന്ധം? എന്റെ മമ്മിയുടെ വീടാണ്. അപ്പൊ ഈ ജോസും അലക്സും? മമ്മിയുടെ ബ്രദേഴ്സാ. മമ്മിയുടെ പേര്? അലീന കാർലോസ്. മമ്മി ഇവരുമായിട്ടൊക്കെ എങ്ങനെയാ? വരവും പോക്കൊക്കെ ഉണ്ടോ? ഇല്ല, മമ്മി മരിക്കുന്നവരെ എനിക്കും ബന്ധമില്ലായിരുന്നു. മമ്മി മരിച്ചിട്ട് കുറെ നാളായോ? കഴിഞ്ഞ മാസം മരിച്ചു. ക്യാൻസർ ആയിരുന്നു. ഇന്നലെ മുസ്തഫ എവിടെയായിരുന്നു? ജോസങ്ങളുടെ വീട്ടിൽ. ഇന്നലെ രാത്രി അവരൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പറ, എവിടേക്കാ പോയത്? അവര് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച എബിയങ്കിളുമായിട്ട് എങ്ങനെയാ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എബിയങ്കിളിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.
അപ്പം മറ്റുള്ള അങ്കിൾമാരൊക്കെ പ്രശ്നക്കാരായിരുന്നല്ലേ? അങ്ങനെയല്ല, എബി അങ്കിൾ ഒരു പാവമായിരുന്നു. എബി അങ്കിൾ കൊല്ലപ്പെടുമ്പോ മുസഫ എവിടാ? ഞാൻ മമ്മയുടെ ഒപ്പം വീട്ടിലായിരുന്നു. എങ്ങനെയായിരുന്നു അങ്കിളുമാരുടെയൊക്കെ റിയാക്ഷൻസ്? മനസ്സിലായില്ല. അല്ല, ഈ വെടിയേറ്റാണല്ലോ മരിച്ചത്. ഈ അമ്മാവന്മാരൊക്കെ എങ്ങനെയാ പ്രതികരിച്ചത്? അവരെല്ലാം വലിയ സങ്കടത്തിലായിരുന്നു. ഈ സങ്കടം എന്ന് പറയുമ്പോ സങ്കടം സഹിക്ക വയ്യാതെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ? ആരായാലും അങ്ങനെയൊക്കെയല്ലേ? സോളമൻ അങ്കിൾ മാത്രമാണ് ബഹളം വെച്ച്. അപ്പൊ ഈ സോളമൻ അങ്കിളായിരിക്കും പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഇല്ല സാർ, ബഹളം വെച്ചത് ശരിയാ. പിന്നെ കുറെ നേരം കരഞ്ഞു. എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാർ. ഇത് നോർത്ത് CI അലക്സ് പോൾ. മുസഫ എന്തെങ്കിലും കഴിച്ചിരുന്നു? കഴിച്ചു സാർ. ആവശ്യം വരുമ്പോ വിളിക്കും. ഇനിയും കാണേണ്ടി വരും. ആ സമയത്ത് ഞാൻ എബിയുടെ വീട്ടിലായതാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവരീ മരണം ചോദിച്ചു വാങ്ങിയതാ. ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നിങ്ങളൊക്കെ? നമ്മുടെ എബിയെ കൊന്ന അവനെ പിന്നെ എന്ത് ചെയ്യണമെന്ന മമ്മ പറയുന്നത്? കൊന്നു തള്ളണ്ടേ? വേണ്ടായിരുന്നോ? മമ്മ പറ. അവൻ എന്റെ മോന. കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ലാളിച്ചതും അവനെയാ. ഈ വയറ്റിന്ന് അവൻ വന്നത്. അപ്പൊ അവനെ കൊന്നവരോട് നിങ്ങളെക്കാളൊക്കെ ദേഷ്യം എനിക്കാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സുരക്ഷിതരല്ല. ജോസെ, അല്ലെങ്കിലേ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ നീ. ഇനി ഈ പേരും പറഞ്ഞ് അവര് വീട്ടിൽ കയറി നിരങ്ങും. നിങ്ങളുടെ അപ്പന്റെ കാലത്ത് ഒരുത്തനും ഈ വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ഇപ്പൊ ആ അപ്പന്റെ മക്കൾ അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞ പോലീസിനെ ഭയന്ന് ജീവിക്കുന്നു. എതിരാളികളെ ഭയപ്പെടുത്താനാവണം നിങ്ങളുടെ അപ്പൻ കാർലോസിനെ പോലെ. അതുകൊണ്ടുകൂടിയാ അവരൊക്കെ അപ്പനെ ഗാംബിനോ എന്ന് വിളിച്ചത്. അങ്ങേരോടുകൂടി ആ പേരും പോയി. വിജയ അപ്പറ അകത്തുള്ള വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. മാമ, സോളമച്ചാൻ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് വരാം. ജോസെ, നീ ആ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് പോയി കാണണം. മരുന്ന് കണ്ടിന്യൂ ചെയ്. വാ. സോളമ, ഞാൻ അഡ്വക്കേറ്റുമായി സംസാരിച്ചു. നീ കീഴടങ്ങുന്നതാണ് നല്ലതെന്നാ വക്കീല് പറയുന്നത്. അതൊന്നും ശരിയാവല്ലോ അമ്മ. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാം മോനെ. ഇതൊരു സാധാരണ കേസല്ല, പോലീസ് മർഡറാ. അവര് വെറുതെ ഇരിക്കില്ല. അവരായിട്ട് നിന്നെ പൊക്കിയാൽ അറിയാലോ. ആദ്യം അഡ്വക്കേറ്റായിട്ട് സംസാരിച്ച് നിങ്ങൾ മുൻകൂർ ജാമ്യം റെഡിയാക്ക്. എനിക്ക് പറ്റില്ല പോലീസുകാരുടെ മൊഴിയെടുപ്പിന് നിന്നു കൊടുക്കാനായിട്ട്. അല്ല, അവനെ കണ്ടില്ലല്ലോ. ശരിയാ. അലക്സേ, മുസ്തഫ എവിടെയാ? മുസ്തഫ, നിനക്ക് പാചകമൊക്കെ അറിയോ? കുറച്ചൊക്കെ. മമ്മി ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. മമ്മി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പപ്പയാണെങ്കിൽ വലിയൊരു ഭക്ഷണപ്രിയ. മമ്മിയുടെ മീൻകറിയൊക്കെ നല്ല രസാ. അല്ല, നിങ്ങളിവിടെ കഥ പറഞ്ഞോണ്ടിരിക്ക. ഒരാളവിടെ വിശന്നിട്ട് പിച്ചും പെയും പറയുന്നുണ്ട്. വാ. ഇവള് പറഞ്ഞു നീ പഠിപ്പ് നിർത്തി ജോലിക്ക് ശ്രമിക്കാന്ന്. കൂടെ പഠിപ്പും വേണം. ഇത് തന്നെയാ മമ്മയും പറഞ്ഞു. തൊണ്ടയാട് ബൈപ്പാസിൽ ഇന്നലെ നടന്ന 2 പോലീസുകാരുടെ കൊലപാതകത്തിന് പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നത് മോഷണ വാഹനമാണെന്ന് തെളിഞ്ഞു. അതിവിദഗ്ധരായ വാഹനമോഷ്ടാക്കളുടെ പങ്കും കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. എന്ത് വില കൊടുത്തും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുമെന്ന്
മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതുവരെ കൊല ചെയ്യപ്പെട്ട പോലീസുകാരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കാലവർഷം ശക്തം. 5 ദിവസത്തേക്ക് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആരാ? മുസ്തഫയില്ലേ? അകത്തുണ്ട്. അലക്സ എന്ന് പറഞ്ഞാൽ മതി. മുസ്തഫ, ഏതൊരു അലക്സ് കാണാൻ വന്നിട്ടുണ്ട്. എന്താ വന്ന്? പെട്ടെന്നിറങ്ങ, വാ പോവാം. സ്റ്റേഷനിൽ വെച്ച് അവരെന്തൊക്കെയാ ചോദിച്ചത്? ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. ഒന്നും വിട്ടുപോകരുത്, ഒരു വാക്ക് പോലും. വാക്കുകളിലാണ് അവർ നമ്മെ ചതിക്കാനുള്ള പോയിന്റുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേർഡ് ബൈ വേർഡായിട്ട് പറ. അതിന് മാത്രമൊന്നും അവർ ചോദിച്ചില്ല. നീയായിട്ട് അവരോട് എന്തൊക്കെ പറഞ്ഞു അത് കൃത്യമായിട്ട് പറ. അവരെന്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. പോലീസുകാർ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും. പല ആംഗിളുകളിലാവും ചോദിക്കുക. നമ്മളായിട്ട് അവർക്കൊന്നും ഇട്ടുകൊടുക്കരുത്. അവര് ചോദിക്കട്ടെ, അതവരുടെ ഡ്യൂട്ടിയാണ്. മിണ്ടാതിരിക്കുക, അതാണ് നമുക്ക് നല്ലത്. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാം അല്ലേ? അവളുടെ പേരെന്താണെന്നാ പറഞ്ഞ? ആരുടെ? താൻ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ ആ കുട്ടിയുടെ? സൽമ. അവളോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ? ഇല്ല. ഉറപ്പാണോ? പറഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല. ഗുഡ്. നമ്മൾ സ്ത്രീകളുമായിട്ട് രഹസ്യങ്ങൾ കൈമാറുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. അവരുടെ ഒരു നേച്ചർ വെച്ച് ആരോടെങ്കിലൊക്കെ പറയണം. പ്രത്യേകിച്ച് പോലീസുകാരെ മറ്റോ ആണെങ്കിൽ പറയുകയും വേണ്ട, അക്കം വിട്ട് ചടയെന്ന് പറയും. അതെ, നിനക്കിനി അവരോട് പറയാതിരിക്കുന്നോണ്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വെരി ഗുഡ്. ഇനി അവളെ കാണാതിരിക്കുന്ന രണ്ടുപേർക്കും നല്ലത്. മുസ്തഫ ഇനി ആ കുട്ടിയെ കാണരുത്, അതല്ലേ നല്ലത്? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന്. വക്കീൽ പേടിക്കണ്ട, ഇവൻ ഇനി അവളെ കാണില്ല, അല്ലേ മോനെ? ഒരു 500 രൂപ. ഓക്കെ. സർ, ശബ്ദം ഉണ്ടാക്കി ആളെ അറിയിക്കാതെ ഒന്ന് നിർത്ത് സോളമാ. ഇവനാണ് പുലി.
ഇവനാണ് എനിക്ക് വേണ്ടത്. വാ. ഞാൻ ഈ ആയുധ പരിപാടിയെല്ലാം നിർത്തിയതാ എന്റെ സോളമാ. നിന്റെ അപ്പം കാർലോസാ എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടെന്താ കുറെ സമ്പാദിച്ചല്ലോ മത്തായിച്ച. അതാ ഞാൻ സമ്മതിച്ചത്. ഈ ആയുധ പരിപാടി വളരെ റിസ്ക്കുള്ള ഇടപാടാ എന്റെ സോളമാ. റിസ്കിനുള്ള കാശ് നല്ല കനത്തിൽ തന്നില്ലേ മത്തായിച്ച? 2 ദിവസം എനിക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാ മതി. ഒരു കാര്യം പറയാൻ വിട്ടു. പിന്നെ മംഗലം നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇന്നലെ നിങ്ങൾ പുറത്തേക്ക് പോയപ്പം ഇവിടെ 2 ആള് വന്നു. 2 ആളോ? അതാരാണ് ഇപ്പൊ 2 ആള്? ആ, ഇവിടെ വേറെ താമസക്കാരുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലാന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ. പോലീസാണോ? അതറിയില്ല. അങ്ങനത്തെ കോലാ കാണാൻ. പോലീസ് തന്നെയാണോ? ഞാൻ എങ്ങനെ അറിയുന്ന മനുഷ്യ പോലീസാണോ അല്ലേന്നോ? ഈ ഫോൺ ആരാ ഓണാക്കിയത്? ഇവിടെ ആരാ? ഞാനത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നാണല്ലോ. എടോ, ഇത് ഓണാക്കി പോലീസ് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കും. അവരിപ്പോ ഇങ്ങോട്ട് എത്തും. സത്യത്തിൽ ഞാനല്ല സോളമാ. തന്റെ സിം കാർഡ് ഉണ്ടോ ഒന്നെടുക്കാൻ? ഞാനത് ഉപയോഗിക്കാറില്ല. തന്നെ കൊണ്ട് പിന്നെ എന്തൊരു കൊള്ളാടോ സോളമാ. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ. പുകയിലെ അകറ്റി നിർത്തൂ. തോറ്റുകൊടുക്കരുത് മോനെ. ടിവിയുടെ വോളിയം കൂട്ടിക്കേ. മർഡർ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സോളമനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാറും സംഘവുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് വെടിയേറ്റ് മരിച്ചത്. സർ, നമ്മുടെ നഗരത്തിലെ മാഫിയകൾ കുറച്ചു കാലമായി പിടിമുറുക്കിയിരിക്കുന്നു. ഇവിടെ പോലീസും ഒരു ആഭ്യന്തര വകുപ്പും ഉണ്ടായിട്ടും. ശരിയാണ്, ഇത്തരം ക്രൈം നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കാണ് ചുമതല. ഇനിയൊരു അതിക്രമവും ഉണ്ടാവില്ല. അതിന്റെ ആദ്യപടിയാണ് ഇത്തരക്കാർക്കെതിരെയുള്ള പോലീസ് മൂവ്മെന്റ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാം. താങ്ക് യു. എന്റെ കുട്ടികൾക്ക് ഈ ഗതി വന്നല്ലോ. ഇതൊക്കെ കാണാനാണോ കർത്താവേ നീ എനിക്ക് ആയുസ് തന്നത്? അവനോട് പറഞ്ഞതല്ലേ പോലീസിൽ കീഴടങ്ങാൻ. പറഞ്ഞാ കേൾക്കില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അവനെ മാത്രം എന്തിനാടാ നീ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ഞാനാണോ കുറ്റക്കാരൻ? ഞാനാണോ പറഞ്ഞത് ഒളിവിൽ പോകാൻ?
മമ്മ പറയുന്നത് കേട്ടതൊന്നും ഞാനാണ് കുറ്റക്കാരനെന്നോ? നീ തന്നെ നിന്റെ എടുത്ത് ചേട്ട എല്ലാത്തിനും കാരണം. ഞാൻ എന്തെടുത്ത് ചാടിയെന്ന് നിങ്ങൾ ഈ പറയുന്നേ? മരിക്കുന്നതിന് മുന്നേ പപ്പ ഉണ്ടാക്കി വെച്ച കടബാധ്യതകളൊക്കെ നിങ്ങൾ മറന്നോ? ഇടയ്ക്കൊക്കെ പിന്നിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്റെ ഒരാളുടെ ചങ്കൂറ്റം കൊണ്ടാ നമ്മൾ ഈ നിലയിലെത്തിയത്. ഏത് നിലയിലാടാ? അവസാന കാലത്ത് എന്റെ മക്കളുടെ ചോരയിൽ പൊതിഞ്ഞു കെട്ടിയ ശവശരീരങ്ങൾ കാണേണ്ടി വന്നതോ? അതാണോ നിന്റെ നില, നിന്റെ ചങ്കൂറ്റം? അതൊക്കെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം. മമ്മയും മക്കളും ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചില്ലേ? അന്ന് ആരും പറഞ്ഞില്ല ഒരു നല്ല വാക്കും. ഇപ്പൊ കുറ്റം എനിക്ക്. നന്ദി വേണം, നന്ദി. ഞാൻ എന്തിനാടാ നിന്നോട് നന്ദി കാണിക്കേണ്ടത്? പറ. 10 മാസം ചുമന്ന് പെറ്റതിനോ? പിന്നെ വളർത്തിയതിന്റെയും വലുതാക്കിയതിന്റെയും മഹത്വം പറയാതിരിക്കുന്ന നല്ലത്. ഇറങ്ങിപ്പോടാ, നിനക്ക് അനാവശ്യം പറയരുത്. ഞാനാണ് അവരെ കൊന്നത്. അവരുടെ കയ്യിലിരിപ്പിന് എന്നെ കുറ്റം പറഞ്ഞിട്ടെന്താ? മതി, ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. മമ്മയൊന്നും ചെയ്യരുത്. എന്താടാ? മമ്മയെ ഉപദ്രവിക്കരുതെന്ന്. അത് പറയാ നീ ആരാടാ? ആരാടാ നീ? വിടന്നെ, വിട. നീ ആരാടാ? അവിടെ നിൽക്കാൻ. എന്താ പ്രശ്നം? ഒന്നുമില്ല, ചുമ്മാ ഓടി ഇങ്ങനെ. മുസ്തഫ ഇവിടെ ഓക്കെ അല്ലേ? അവൻ ഓക്കെയാണ് അല്ലടാ? ഞാൻ ഇവനെ ഒന്ന് കൊണ്ടുപോകും, ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. സാറേ, ഇവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഇവനെ ഞാൻ അനുസരിപ്പിക്കാം. ഇവനോട് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കേ, ഞാൻ മറുപടി തരാം. ഇപ്പോ ആവശ്യമില്ല. ആവശ്യം വന്നാൽ തീർച്ചയായും ചോദിച്ചിരിക്കും. ആ പോലീസുകാരുടെ മർഡറുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ എനിക്ക് തരാനാകും. സാറിനെ ഏതു വിധത്തിലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരുക്കുക. ഓക്കെ, താങ്ക്സ്. എനിക്കിപ്പോ ഇവനെ മാത്രം മതി. മുസ്തഫ ചെല്ല്, ഞാൻ വക്കീലിനെ കൂടെ വിടാം. വാ. ഈ കേസ് എത്രയും വേഗം തീരുമാനമാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം. അവര് പോലീസാണ്. നിന്നെ പലതും പറഞ്ഞവര് ബ്രെയിൻ വാഷ് ചെയ്യും. ഒന്നും വിട്ടു പറയരുത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്ര തന്നെ. ഞാനും നീയും ബ്ലഡ് റിലേഷനാ. നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് നിന്റെ മമ്മിയായിരുന്നു. എന്റെ അലീനയുടെ മകനാണ് നീ. നിനക്കൊരാപത്ത് വന്നാൽ മുന്നിൽ ഞാനുണ്ടാവും. അതിന് മരിക്കാനാണെങ്കിലും നിനക്ക് വേണ്ടി എത്ര പണം എറിയാനും ഞാൻ റെഡിയാ. കാരണം നീ എന്റെ ചോരയാ. നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ, ബാധ്യതയാ. ഏയ്, ഞാൻ ഒരിക്കൽ ചോദിച്ചതാണ്, ഒന്നുകൂടെ ആവർത്തിക്കും. മുസ്തഫ, എബി കൊല്ലപ്പെട്ടതിന് ശേഷം അയാളുടെ ബ്രദേഴ്സ് പ്രധാനമായും എന്താണ് ഡിസ്കഷൻസ് നടത്തിയത്? ശവസംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തണമെന്നായിരുന്നു പ്രധാന ഡിസ്കഷൻ.
ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു? സ്വന്തം സഹോദരൻ കൊല്ലപ്പെട്ട ദുഃഖമുണ്ടാവുന്നതും അത് പ്രകടിപ്പിക്കുന്നതും സ്വാഭാവികമാണല്ലോ. മുസ്തഫ എന്താ ഒന്നും മിണ്ടാത്തു? ഈ വക്കീല് പറഞ്ഞു പോലീസ് പല ചോദ്യം ചോദിക്കുമൊന്നും പറയണ്ടെന്ന്. മുസ്തഫയുടെ ഒരു മൊഴി മതി. ഈ കേസിൽ നിർണായകമായ പല വഴിത്തിരിവുകളും നമുക്കുണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാതിരിക്കാൻ ഇവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ തന്നെ തെറ്റാണ്. പിന്നെങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഴി മുസ്തഫയ്ക്ക് തരാൻ പറ്റുക? പിന്നെ തെളിവുകളാണ് വേണ്ടതെങ്കിൽ ഇവനോ മറ്റൊരാളോ നിങ്ങൾക്ക് വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന തെളിവുകളോ മൊഴികളോ കോടതി നിൽക്കൂ? ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. വീണ്ടും കാണാം. ഓക്കെ. അതെ, ആ DVSP ആളല്പ പെശക. ഇതുവരെ അവർക്ക് ആ മുസ്തഫയുടെ അടുത്ത് നിന്നും കിട്ടിയിട്ടില്ല. എന്നും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അവനെ തനിച്ച് കിട്ടിയാലേ അവർക്ക് അറിയാൻ പറയിപ്പിക്കാൻ. നിങ്ങൾ ചെയ്ത വലിയ മണ്ടത്തരമായിപ്പോയി. അവനെ പോലെ മുൻപരിചയമില്ലാത്ത ഒരാളെ കാറ് മോഷ്ടിക്കാൻ പറഞ്ഞു വിടരുതായിരുന്നു. അവനാണ് ആ കാറ് മോഷ്ടിച്ചെന്ന് മൊഴി കൊടുത്താലേ നമ്മുടെ കേസ് അവിടെ പൊളി. ആ കാർ എടുക്കാൻ നിങ്ങൾ എന്തിനാ അവനെ പറഞ്ഞു വിട്ടത്? അലക്സിനോടാ പറഞ്ഞത്. എന്റെ അടുത്ത് ആര് പറഞ്ഞെന്ന്? ഞാൻ ആദ്യം നിന്നോടാ പറഞ്ഞത്. ജോസഫ് ഇച്ചായം പറഞ്ഞ അവന്റെ അടുത്താ. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം കൂടി എന്റെ തലയിൽ എടുത്തു വെച്ചോ. ഇതാണ് ജോസിന്റെ കുഴപ്പം. നിനക്ക് ആ കാർ എടുക്കാൻ പറ്റുമായിരുന്നു. അതനുസരിക്കാതെ നീ അവനെ കൊണ്ടെടുപ്പിച്ചു. അതല്ലേ കുഴപ്പമായത്? ഞാൻ അവനെ കൊണ്ട് അത് തന്നെ അലക്സെ കുഴപ്പമായത്. നീ പോയി ആ കാർ എടുത്തോണ്ട് വരണമായിരുന്നു. പറഞ്ഞനുസരിക്കില്ലല്ലോ. അതല്ലേ പ്രശ്നമായത്? നിർത്ത്. നിങ്ങളുടെ തർക്കം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അവനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്. അലക്സെ, നിങ്ങൾ ആര് ചെയ്താലും അത് വലിയ മണ്ടത്തരായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? മുസ്തഫ അവന്റെ കയ്യിലാണ് ഇപ്പൊ ഈ കേസ്. അവൻ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം എപ്പോഴും. മനസ്സിലായല്ലോ? അലക്സെ, അവനിപ്പോ എവിടെ കാണും? ആ പെണ്ണിനെ വിടില്ലല്ലേ ഏത് സമയം? നന്നായി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനോടും നിങ്ങളോടും. ഇനി അവൻ അവളെ കാണില്ല. എന്തേ? മുസ്തഫ അല്ലേ ഇവിടെ? ഉണ്ട്. ഒന്ന് വിളിച്ചേ. മുസ്തഫ, എന്താ വന്നേ? ഇവിടെ വരരുത്, ഇവിടെ കാണരുത് നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞല്ലേ. കണ്ടാലെന്താ? കണ്ടോ? പക്ഷെ ഈ കേസൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. നിന്റെ അടുത്തെല്ലാം പറഞ്ഞല്ലേ. ഈ കേസും ഇതുമായിട്ട് എന്താ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ എത്രയും മനസ്സിലാക്കിയാൽ മതി. വക്കീല് പറഞ്ഞൊക്കെ മറന്നോ നീ? വക്കീലിന് എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഒരു അവകാശമില്ല. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അനുസരിച്ചാ നിനക്ക് നല്ലത്. ഒരു കോളുണ്ട്. ഞാനിച്ചിരി തിരക്കിലാണെന്ന് പറ. അത്യാവശ്യം പറഞ്ഞ. നീ ഒന്ന് അകത്ത് വയ്ക്ക ശർമ്മ. ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഒരു കോള്. നീ ഇറങ്ങിയേ ബാബാ. ഇവളുമായിട്ടുള്ള ഒരിടപാട് ഇനി വേണ്ട. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്തിനാ എന്റെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? ഈ കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ദയവേത് എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. തൽക്കാലം പോ. ഞാൻ പോവാം. ഈ കേസിൽ ഞങ്ങൾ മാത്രമാണ് കുടുങ്ങാന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. അന്ന് ആ കാർ മോഷ്ടിച്ച നീയാണ്. ആ കാറിൽ വെച്ചാണ് മർഡറും നടന്നത്. ഈ കേസിൽ പോലീസിനുള്ള ഏക തെളിവ് ആ കാറാണ്. അപ്പൊ നീയും വിടും, ഉറപ്പായിട്ടും വിടും. നിനക്ക് അവളോടുള്ള ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും അവളായിട്ടുള്ള ഇടപാട് നിർത്താൻ നോക്ക്. ഇല്ലെങ്കിൽ അവളും വിടും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഒരു തീരുമാനം ഇവിടെ നടക്കാൻ പോണില്ല. ഇന്ന് രാത്രിയോടുകൂടി ഇവളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നോക്ക്.
സൽമ, നീ എന്താ ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും തരാത്ത? ഇനി നമ്മൾ കാണാൻ പാടില്ലെന്നാണെങ്കിൽ അതിന് എന്റെ അടുത്ത് മറുപടിയില്ല. എന്തിനു വേണ്ടി? അതെന്താ നീ പറയാത്ത? അത് ഞങ്ങളുടെ കുടുംബകാര്യ. ഇന്നലെ വരെ ഇല്ലായിരുന്ന ഈ കുടുംബകാര്യം എന്നു മുതലാ നിനക്ക് ഉണ്ടായത്? അത് പറ. അതോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതോ? കുറച്ചു സമയത്തേക്കല്ലേ, പിന്നെ നമ്മൾ വീണ്ടും കാണും. ഞാൻ മമ്മയായിട്ട് നമ്മുടെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അതുവരെ നീ പറയുന്ന ഒന്ന് കേക്ക്. എല്ലാം നീ തന്നെ സ്വയം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോവാ. പിന്നെ കാണാൻ പാടില്ല എന്നത് അതെനിക്കൂടെ ഒന്ന് ആലോചിക്കണം. സൽമ പ്ലീസ്, നീ ഒന്ന് ഇരിക്കെ പ്ലീസ്. സൽമ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നത്. എനിക്ക് നല്ലതിനോ? അത് മനസ്സിലായില്ല. അതെന്താന്നും കൂടി പറ. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. എന്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ചതിന് അതിന് നീ അനുഭവിക്കും. നോക്കിക്കോ. എന്താടോ, എന്താ പ്രശ്നം? ഗേൾഫ്രണ്ടാ? സീക്രട്ടാണ് വിട്ടേര്. നീ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വരണം. എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. താഴെ വണ്ടിയുണ്ട്, വന്ന് വണ്ടി കയറി. പറഞ്ഞില്ല സാറേ, ഇപ്പൊ വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും നിന്നെ വിളിക്കുന്നത് ക്രൈംബ്രാഞ്ച് DYSP ആണ്. ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? തൂക്കിയെടുത്ത് വണ്ടിയിലിടും, അതാ പതിവ്. പിന്നെ നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു അനുസരിക്കുന്ന ടൈപ്പാണ്. അഥവാ അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയ പെങ്കുച്ചില്ലേ, അവളെയും കൂടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും. അതാ പോലീസിന്റെ ഒരു രീതി. എന്താടാ, അവളെ കൂടെ മെനക്കെടുത്തണോ അതോ നീ വരുമോ? ഞാൻ വരാം. വാ. മുസ്തഫയല്ലേ? എന്താ കാര്യം? ഒന്ന് കാണാനാ, വിളിക്കോ? അകത്തേക്ക് വരൂ, വാ. ഇരിക്കെ. വേണ്ട, ഒന്ന് പെട്ടെന്ന് വിളിക്കോ. സാരമില്ല, ഇരിക്കേ. മമ്മ എവിടെ? പുറത്തുപോയി. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഏയ് ഇരിക്കേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇരിക്കേ. ഇപ്പൊ വരാം. എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്ന്? തൽക്കാലം നിന്റെ രക്ഷയ്ക്കാണെന്ന് കരുതിയാൽ മതി. വാ. ഞാൻ വിളിച്ചു അവനെ.
ആ. ദാ. അയ്യോ വേണ്ട, ആ, ഞാൻ മുസ്തഫയെ പിന്നെ വന്ന് കണ്ടോളാം. സാരമില്ല, ഇരിക്കും. ഞാൻ അവനെ വിളിച്ചു, ഇവിടെ അടുത്തെത്തിന്ന് പറഞ്ഞു. വന്നിട്ടൊന്നും തരാതെ വിടുന്ന എങ്ങനെയാ? കുടിച്ചോ, കുടിച്ചോളൂ. മുസ്തഫ ചെറുപ്പമല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാ എന്നോട് പറയാൻ മടിക്കണ്ട. എന്ത് സഹായം ചെയ്യാനും ഞാനൊരുക്കുക. കുടിച്ചോ. ആ, പിന്നെ അവൻ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ അടുത്തായിട്ട് എന്തെങ്കിലും? ഇല്ല. ആ, സൽമ, ഞാനൊരു സത്യം പറയട്ടെ. നിന്നെ കാണാൻ നല്ല ഭംഗിയാ, പ്രത്യേകിച്ച് നിന്റെ ഈ കണ്ണുകൾ. കൈയെടുക്ക്. നിന്റെ വീട്ടിൽ പോലീസുകാരെങ്കിലും വന്നിരുന്നോ? ചോദിച്ചു കേട്ടില്ലേ? അവിടെ പോലീസുകാർ വന്നിരുന്നോന്ന് പറ. നീ അവരോട് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? പറയാൻ പറയടി. നിന്നോടാ ചോദിച്ചത്. എന്റെ അടുത്ത് വിളച്ചെടുക്കല്ലേ. സത്യം സത്യമായിട്ട് പറഞ്ഞോണം. അപ്പൊ നീ പറയില്ലല്ലേ? നീ പറയണ്ട. പറയാമെന്ന് കരുതിയാലും പറയാൻ സാധിക്കില്ലേ? ഇതിനെ പറയിക്കില്ല. എല്ലാം ഇത് നിന്നോടുകൂടി തീരട്ടെ, 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 തീരട്ടെ. മുസ്തഫ, ഗുഡ് മോർണിംഗ്.
സർ. ഫുഡ് കഴിച്ചിട്ട് റെഡി ആവാൻ പറ. യെസ് സർ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ സർ. മുസ്തഫ, താൻ ഈ മരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്കും മറ്റു ജീവികൾക്കും എല്ലാം തണൽ നൽകുന്ന വൻ വൃക്ഷങ്ങളെക്കുറിച്ച്. തൊട്ടടുത്ത വീടുകളിലേക്കോ ഇലക്ട്രിക് കമ്പികളിലേക്കോ അതിന്റെ കൊമ്പുകൾ പടർന്നാൽ നമ്മളതെല്ലാം നിർദാക്ഷിണ്യം വെട്ടിമാറ്റും. അതുപോലെ തന്നെയാണോ ക്രിമിനലുകളും. സമൂഹത്തിന്റെ നന്മയെ ബാധിക്കുന്നുവെന്ന് കണ്ടാൽ നിയമം കൊണ്ട് ഞങ്ങൾ അതിനെ വെട്ടിമാറ്റും. പോലീസിന്റെ ഡ്യൂട്ടിയാണത്. ഒരുപാട് ശരിയിൽ നിന്നും പടുത്തുയർത്തുന്നതാണ് ഒരാളുടെ ജീവിതം. ഒരു തെറ്റുമതി ജീവിതം വഴിമാറും. പിടിക്കപ്പെടാതാവുമ്പോൾ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് അറിയുന്ന ആ ഒരു നിമിഷം അവർ തെളിവുകൾ നശിപ്പിക്കാൻ തുടങ്ങും. ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ, അങ്ങനെ എത്ര മാന്യന്മാർ. എന്തിന്? നിന്റെ അമ്മമാരുടെ കാര്യം തന്നെ എടുക്കാം. പൊളിറ്റിക്കൽ പവറും പണവും ഉപയോഗിച്ചാണ് ഓരോ കേസുകളിൽ നിന്നും അവർ ഊരിപ്പോന്നിട്ടുള്ളത്. എല്ലാ കാലവും അത് സാധിക്കുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷെ അവസാന വിജയം അത് സത്യത്തിന്റേത് മാത്രമാണ്. സത്യത്തിന്റേത് മാത്രം. ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടാവും അവർ ശക്തരാണെന്ന്. ബട്ട് ദേ ആർ നോട്ട് സ്ട്രോങ് എനിമോർ. മുസ്തഫ, അവർ നിന്നെ സംരക്ഷിക്കുമെന്നാണോ നീ കരുതുന്നത്? അവർ നിന്നെ ചതിക്കും. അവരുടെ വഴികളിൽ തടസ്സമാണെന്ന് കണ്ടാൽ അവർ നിന്നെയും ഒഴിവാക്കും. നിന്റെ ഒരു ചെറിയ തീരുമാനം മതി വലിയൊരു തെറ്റിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അഥവാ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ മാപ്പ് സാക്ഷിയാക്കി രക്ഷിക്കാനും എന്നെ കൊണ്ട് പറ്റും. എനിക്കറിയാം നിന്റെ അവസ്ഥ. എന്നെ കൊണ്ട് ഉപദേശിക്കാനേ സാധിക്കും. തീരുമാനമെടുക്കേണ്ടത് നീയാണ്. ഇതൊക്കെ എന്തിനാ സാർ എന്റെ അടുത്ത് പറയുന്നു? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പോവാ. നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ സെൽമയുടെ വീട്ടിലായിരുന്നു. അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? സെൽമയ്ക്ക് സുഖമല്ലേ? സുഖാണ്. വണ്ടിയുടെ കീ എവിടെ? വണ്ടിയുടെ കീ എവിടെ? ഞാൻ കണ്ടില്ല. സമാധാനം വെച്ചെടുത്ത് കാണില്ല. എന്താ എന്താ കാറിന്റെ കീ എവിടെ? അത് ഇങ്ങോട്ട് മാറാൻ എപ്പോ ചോദിച്ചാലും അവിടെ വെച്ച് ഇവിടെ വെച്ച് നോക്കിയാൽ ഒരിടത്തും കാണില്ല. വീട് അവിടെ അല്ലേ ഇരിക്കേണ്ടത്? ആ പെണ്ണില്ലേ, അവളുടെ വീട് എവിടാ? ഏത് പെണ്ണു? സെൽമയുടെ വീട് എവിടാന്ന് അറിയാലോ. വീട് എവിടെയെന്ന് വേഗം പറയടാ.
നമ്മളണ്ടാവും കൂടെ ഒരുമിച്ചല്ലേ പോയത്? ചോദിച്ചതിന് മാത്രം ഉത്തരം തന്നാ മതി, ഇങ്ങോട്ടുണ്ടാക്കല്ലേ. നിനക്കിത് എന്തു പറ്റി ജോസേ? പറഞ്ഞു തുളക്കടാ ഒട്ടി പറയടാ. മമ്മ ചോദിച്ചൊരു ഉത്തരം പറ. സെൽമയുടെ വീട് എവിടെയാ പറ. അങ്കിൾ, സെൽമ എവിടെ? അവളിവിടെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോയേ? ഇന്നലെ ആന്റിയുടെ വീട്ടിൽ പോയതാ. വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നുള്ളൂ, പക്ഷെ എടുക്കുന്നില്ല. മോനിരിക്കെ. അങ്കിൾ, ഞാനൊന്ന് ബാത്റൂം യൂസ് ചെയ്തോട്ടെ. അതിനെന്താ, പൊയ്ക്കോ. ഹലോ. എടാ, നീ പെട്ടെന്ന് അവിടുന്ന് വിട്ടോ. ജോസ് ചായൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. മാറിക്കോ, അവിടുന്ന് പെട്ടെന്ന് മാറിക്കോ. ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ. അങ്കിൾ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്തു പറ്റി? എനിക്കൊന്ന് ടൗൺ വരെ പോകണമായിരുന്നു, അത്യാവശ്യം. ഉറങ്ങിക്കൊണ്ടാണോ പച്ചക്കറി അരി എടുത്ത് ഇതിലേക്കിട്ടെ. ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ. ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് പറ. കൊള്ളാം സാറേ. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഇത് ഇറക്കി വെച്ചേ. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. കിടന്നുറങ്ങിയേക്കല്ലേ.
ഉദ്ദേശിച്ച പോലെ ജാമ്യം കിട്ടുന്നില്ല മക്കളെ. ആ അറിയാവല്ലോ, ജാമ്യം 2 തവണയാണ് കോടതി തള്ളിയത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശരിയായ ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല. അല്ലാതെന്താ? നീ എന്താടാ അങ്ങനെ പറയുന്നത്? മമ്മ ശ്രമിക്കാതിരിക്കൂ. സംഗതി കൈവിട്ടു പോയോന്ന് ഒരു സംശയം. ഇനി ഹൈക്കോടതി മാത്രമാണ് ഏക ആശ്രയം. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എന്തായാലും കാശറിയണം. ആ വക്കീലിന് പറ്റില്ലെങ്കിൽ വേറെ ആളെ നോക്ക്. മോൻ ടെൻഷൻ ആവാതെ. വക്കീലല്ല പ്രശ്നം. എനിക്കിവിടുന്ന് പെട്ടെന്ന് പുറത്തിറങ്ങണം. അതിനെന്താ വേണ്ടേന്ന് വെച്ചാ അതുടനെ ചെയ്യണം. ഏത് മാർഗത്തിലായാലും. മനസ്സിലായില്ലേ? അലക്സേ, മോനെന്താ ഒന്നും മിണ്ടാത്തെ? നീ എന്താടാ മമ്മ വന്നിട്ട് സംസാരിക്കാത്തെ? നിന്റെ ആരെങ്കിലും ചത്തോ? ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, ജയിലും കോടതിയും. മതി, ഇനി അതിന്റെ പേരിൽ വഴക്കാവണ്ട. അല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഒരു വഴക്കാളിയാണല്ലോ. അപ്പന്റെയും മമ്മയുടെയും വഴക്ക് കണ്ടാണല്ലോ ഞാനും വളർന്നത്. ദേ, ജയിലായിപ്പോയി. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ പൊയ്ക്കോ. ഞാൻ പോവില്ല. നീ കാരണം ഇന്ന് എല്ലാവരും ഈ അനുഭവിക്കുന്നത്. നിന്നെ പുറത്തിറക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. പെറ്റ തള്ളയാ ഞാൻ. അതോർത്താ നിനക്ക് നല്ലത്. മോനെ, എന്തെങ്കിലും ഒന്ന് മമ്മിയോട് പറ. എന്താ വരാൻ പറഞ്ഞത്? അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. മുസ്തഫയുടെ കാര്യമാണെങ്കിൽ റിസ്ക്കാണ്. കാരണം ഈ കേസിലെ ഏക ദൃക്സാക്ഷി അവനാണ്. അവരുടെ കസ്റ്റഡി വെച്ച് അവനെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും തലവേദനയാകും. മാത്രമല്ല, അവൻ അവരുടെ രഹസ്യ കേന്ദ്രത്തിലാണ്. അത് കണ്ടുപിടിക്കാനും പ്രയാസമാണ്. ഈ അഡ്രസ്സിൽ തന്നെ ഉണ്ടാവൻ. ഇതൊക്കെ ഹെവി റിസ്ക് ആണ്. വേറെന്തെങ്കിലും മാർഗമുണ്ടോ? ജാമ്യം കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാധ്യത മാത്രം. വക്കീലിന് ഉറപ്പ് തരാൻ പറ്റൂ? പോലീസിന് മാത്രം അറിയാവുന്ന ഈ അഡ്രസ് എങ്ങനെ ഒപ്പിച്ചു? നരേന്ദ്ര, കാർലോസിന്റെ കാലം തൊട്ടേ മറിയാമ്മ ഇതൊക്കെ കാണാൻ തുടങ്ങിയതാ. വെട്ടിയും നിരത്തിയും കുറെ കളിച്ചതല്ലേ. വെടിയേറ്റും മക്കളുടെ അപ്പൻ മരിച്ചിട്ടും ഞാൻ തോറ്റുകൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടിയായിരുന്നു അന്നും ഞാൻ പിടിച്ചു നിന്നത്. പറഞ്ഞു വരുന്നത്, എന്റെയും മക്കളുടെ ഇടയില് ആര് തടസ്സം നിന്നാലും അത് വെട്ടിമാറ്റിയ ശീലമേ ഈ മറിയാമ്മയ്ക്കുള്ളൂ. എന്നാലും മുസ്തഫ അവൻ പോയി. വീട്ടിൽ നിന്ന് മാത്രമല്ല, മനസ്സിൽ നിന്നും. ഇനി അവനെ പ്രതീക്ഷിക്കേണ്ട. ഒരിക്കൽ ഇതേപോലെ പാതി വഴിയിൽ ഇറങ്ങിയത് അവളും അവന്റെ മമ്മി. ഇപ്പൊ ഇത് അവനും. പൊട്ടിപ്പോയതിനെ വിളക്കി ചേർത്തിട്ട് കാര്യമില്ലെന്ന് കേട്ടിട്ടില്ലേ വക്കീലെ? എനിക്കിപ്പോ എന്റെ മക്കള് തന്നെയല്ല. അവരെ നഷ്ടപ്പെടാതിരിക്കാൻ മുസ്തഫയെ ബലി കൊടുക്കാനാണ് കർത്താവിന്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ. പേരക്കുട്ടിയേക്കാൾ എനിക്ക് വലുത് മക്കള് തന്നെയാ. അവരിനി എത്ര തെമ്മാടികളാണെങ്കിലും അവരില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ വയ്യ. ഇതെന്റെ കരിയറിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ ഓഫർ ചെയ്താലും അത് മറന്നുകൊണ്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല. ഇതൊക്കെ മക്കളെ നേരെ ചൊവ്വ വളർത്താത്തതിന്റെയാ. അതിന്റെ അനന്തരഫലം നിങ്ങളും മക്കളും മാത്രം അനുഭവിച്ചാൽ മതി. അല്ലാതെ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ കൂടി പെരുവഴിയിലാക്കരുത്. ഈ കേസിലെ ഒരു പ്രധാന തെളിവ്
കൊല്ലാൻ ഉപയോഗിച്ച തോക്ക്. അത് പോലീസല്ല, ഇനി പട്ടാളം വന്നാലും കിട്ടില്ല. പിന്നെ ആ കാറ്, അതവരുടെ കസ്റ്റഡിയിലുണ്ട്. ആ കാറിന്റെ ഓണർഷിപ്പ് വേറെ ആളുടേതാണെങ്കിലും അതെടുത്തു കൊടുത്തത് അവനാണ്, മുസ്തഫ. പിന്നെ സെൽമയുടെ മരണത്തിന് അവനും ഒരു സാക്ഷിയാണ്. ഇതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും അകത്താവും. എല്ലാവരും അല്ല, നിങ്ങളുടെ മക്കൾ, അവര് മാത്രം. അതല്ലേ ശരി? ശരിയായിരിക്കാം. മക്കളുമായി പല ഇടപാടുകളിലും നിനക്കുള്ള പങ്കറിയാലോ. അതൊന്നും മറന്ന് സംസാരിക്കല്ലേ സുധാകര. അതിനൊന്നും തെളിവില്ലല്ലോ. തെളിവില്ലെന്ന് നീ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. ഒരിടപാടിൽ സോളമന്റെ കൂടെ മുസ്തഫയും വന്നിരുന്നു. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണം. അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കെന്റെ മക്കൾ പുറത്തിറങ്ങണം. അതിനെന്ത് മാർഗവും ഞാൻ സ്വീകരിക്കും, അതിന് എത്ര നെറികെട്ടതായാലും. എനിക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിച്ചോ, എത്ര നേരം വേണമെങ്കിലും. നേരം പുലരുന്നത് വരെ സമയം തരാം. പിന്നെ പ്രവർത്തിക്കാനുള്ളതാ. സുധാകരൻ അറിയാലോ എന്നെ നന്നായിട്ട്. മക്കളെ പോലെയല്ല ഞാൻ. ഒരിക്കലും എന്റെ മക്കളെ ഇങ്ങനെ കാണുമെന്ന് ഞാൻ കരുതിയില്ല. അതും ജയിലിൽ തടവുകാരായി. മുസ്തഫ, കയറി വാ മോനെ. അതാരാ? അപ്പുറത്തെ വീട്ടിലെ ആന്റിയാ. മോൻ മമ്മ എന്നോടൊന്ന് പറഞ്ഞു. എന്തിനാ? എനിക്കൊരു കാര്യം സംസാരിക്കണം. ഇപ്പോ സംസാരിക്കാലോ. മോൻ ടെൻഷൻ ആവണ്ട. മോന്റെ എല്ലാ കാര്യങ്ങളും മമ്മ നോക്കും. എന്താ പോരെ? ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, പോലീസ് കസ്റ്റഡി സേഫ് അല്ല. നീ മമ്മയുടെ കൂടെ തന്നെ നിൽക്ക്. ഈ പ്രായത്തിൽ അവർക്കതൊരു കൂട്ടാവും. പിന്നെ അമ്മാവന്മാർ ഉപദ്രവിക്കുന്ന പേടിയും വേണ്ട. അല്ലെങ്കിലും മോൻ എന്ത് പ്രശ്നമാണ് ഇവിടെ? മരുമക്കളും അമ്മാവന്മാരും ഒക്കെ വഴക്കുണ്ടാക്കുന്നതും അത് പറഞ്ഞു തീർക്കുന്നതും ഒക്കെ എല്ലാ കുടുംബത്തിലും സ്ഥിരം നടക്കുന്നതാ. എനിക്ക് നീയും അവരും ഒരുപോലെയാ. നിന്റെ മേൽ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഹലോ, ഞാൻ അരുന്ധതി മേനോൻ, അഡ്വക്കേറ്റാ. മുസ്തഫ അല്ലേ? അതെ. എവിടെയായിരുന്നു തലമുറ?
നീ വാ. അയ്യോ ഓക്കെ, പറ, എവിടെയായിരുന്നു ഇത്ര നേരം? അത് ഞാനൊന്ന് മാറിയെന്ന. നിന്നെ ആക്രമിക്കാൻ വന്ന ആളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ഇത്ര നേരമായിട്ട് എന്താ വിളിക്കാഞ്ഞ്? അതിനിടയിൽ എന്റെ ഫോൺ മിസ്സായി. ഇവിടുന്ന് പോയ ശേഷം നീ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. ഇന്ന് ഞാൻ ഒരുപാട് ടെൻഷനിലാണ്. ഈ കേസിന്റെ ഗതി എന്നറിയാം. കഴിയട്ടെ. കാര്യങ്ങൾ കുറേക്ക് ഇവര് പറഞ്ഞു കാണുമല്ലോ. ഇനി മുസ്തഫ ചെയ്യേണ്ടത് ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം സ്വന്തം മനസാക്ഷിക്ക് വിട്ടേക്കൂ. തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. കോടതി മുറിയിൽ ഒരു കേസിനെ വഴിതിരിച്ചു വിടുന്നതും അട്ടിമറിക്കുന്നതും ഒരു മൊഴിയായിരിക്കും. ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്. ഇനി മുസ്തഫയുടെ വാക്കുകളാണ് ഈ കേസിനെ മാറ്റിമറിക്കാൻ പോകുന്നത്. കൈവിട്ട ആയുധം പോലെയാണ് കോടതി മുറിയിലെ ഓരോ വാക്കുകളും. ഒന്ന് പാളിയാ മതി, അത് നമുക്ക് നേരെ തിരിയാൻ. പിന്നെ അത് പ്രോസിക്യൂഷന് തെളിവുകളായി മാറും. ആ തെളിവുകൾ കാരണം ഒരിക്കലും ജാമ്യം കിട്ടാത്ത വിചാരണ തടവുകാരായി തുടരേണ്ടി വരും. എതിർ കക്ഷിക്ക് നീയല്ലാതെ സോളിഡായ ഒരു സാക്ഷി പോലുമില്ല ഈ കേസിൽ. അതുപോലെ നീയല്ലാതെ ഒരാൾക്കും നിന്റെ അമ്മാവന്മാരെ രക്ഷപ്പെടുത്താനും ആവില്ല. മുസ്തഫ, നിനക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നറിയാം. അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. നിന്റെ മമ്മിയും സൽമയും അവര് ദൈവത്തിന്റെ അടുത്തെത്തിയെന്ന് കരുതി സമാധാനിക്കൂ. ഇനി നിനക്ക് മമ്മയും നിന്റെ അമ്മാവന്മാരും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഈ ഒരു കേസിന്റെ വിധി പറയുന്നത് വരെ നിന്നെ അവർക്ക് വേണം. പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാ. കേസ് കഴിഞ്ഞാൽ നിന്നെ അവര് മറക്കും. അവർക്ക് അവരുടെ മുന്നിൽ പുതിയൊരു കേസ്, മറ്റൊരു മുസ്തഫ. അവർക്ക് നീ വെറും ഡിസ്പോസിബിളാ. നിന്നെ പോലുള്ളവരെ ഉപയോഗിച്ച അവരുടെ യൂണിഫോം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് മുസ്തഫ എടുക്കുന്ന ചില നല്ല തീരുമാനങ്ങളിലാണ്. നിന്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നിന്ന് വേണം നീ ആ തീരുമാനമെടുക്കാൻ. ഒരുപക്ഷെ സത്യം വിളിച്ചു പറയുന്നതോടെ ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ സത്യത്തിന്റെ കൂടെ നിന്നതിനാൽ ഒരിക്കലും കുറ്റബോധം നിന്നെ വേട്ടയാടില്ല. ചില സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ടി വരും. കാരണം അത് ഇനി ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിന്റെ മരിച്ചുപോയ മമ്മിക്ക് വേണ്ടി അവരുടെ സഹോദരന്മാരെ നീ സഹായിക്കുന്നു. അതിലൂടെ എനിക്കെന്റെ മക്കളെ തിരികെ കിട്ടും. ഒരമ്മയുടെ അപേക്ഷയാണിത്. അവർ തെറ്റ് ചെയ്തവരാണ്. അതിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നുമുണ്ട്. എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ അവരെ പോലെയല്ല. അവരെ പോലെ ആകാൻ നിനക്ക് സാധിക്കില്ല. കേസിന്റെ ബലത്തിനും വിജയത്തിനും വേണ്ടി ഞാൻ കോടതിയിൽ നിന്നോട് ചോദിക്കും, സെൽമ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ നീ പറയണം ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് ഞാൻ ചോദിക്കുന്നത്, അവൾക്ക് പരപുരുഷന്മാരുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നത് മുസ്തഫയ്ക്ക് അറിയാമായിരുന്നു എന്നായിരിക്കും. അതിനും നീ പറയണം അതേന്ന്. പിന്നെ മരണകാരണം അത് മയക്കുമരുന്നകത്ത് ചെന്നിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്.
സർ, ഇത് കേരള പോലീസിന് അപമാനമല്ലേ സർ? നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഗുഡ് ബൈ. ഇത് സത്യത്തിന്റെ വിജയമാണ്. എത്രയെത്ര നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ വിധി പോലീസുകാരുടെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണ്. നമ്മുടെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കേസിലൂടെ. എന്റെ കൊച്ചുമകനെ അവർ കള്ളസാക്ഷിയാക്കി. അവനെ ഭീഷണിപ്പെടുത്തി ഇല്ലാത്ത മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചു. അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി അവൻ സത്യം സത്യമായി തന്നെ വിളിച്ചു പറഞ്ഞു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്നവരാണ് പോലീസ്. എന്റെ മക്കളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരുടെ ഗൂഢാലോചനയാണ് ഇവിടെ തകർന്നത്. സർ, അവിടെ തന്നെ ഇരിക്കൂ. ഒരു ക്ലോസ് കൂടി എടുക്കാനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളണം. ഇല്ലെങ്കിൽ എല്ലാം കൂടി തൂക്കിയെടുത്ത് പുറത്തിടും. സോറി സർ. സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനായോ സാറേ? എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. എന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ സമർത്ഥരാണെന്ന് കരുതുന്നു. ഒരുപക്ഷെ ഈ കേസും മറ്റു പല കേസുകളെയും പോലെ തെളിയാതെ ചിതലരിച്ചു മാഞ്ഞുപോയേക്കാം. ഒരു പക്ഷേ സ്വന്തം മനസാക്ഷിയുടെ കോടതിക്ക് മുന്നിൽ നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല. മരണം വരെ നിങ്ങളെ അത് വേട്ടയാടും. ഇനി കണ്ടുമുട്ടുമ്പോഴും ഉണ്ടാവട്ടെ ഈ ആത്മവിശ്വാസം. അതാണ് എന്റെയും പ്രാർത്ഥന.
ഗുഡ് മോർണിംഗ് ഫാദർ. ആ ജോസേ, എന്തുണ്ട്? സുഖായിരിക്കുന്നോ മറിയമ്മയൊക്കെ? ഓ, സുഖായിരിക്കുന്നു. ശരി ജോസേ. ആയിക്കോട്ടെ. അമ്മ, മോനെ നീ എവിടെയായിരുന്നു? എനിക്കൊരു ജോലി കിട്ടി. ഇവിടെ അടുത്തുള്ള ഒരു IT കമ്പനിയിലാണ്. അതേതായാലും നന്നായി. ഇനി നീ ഇവിടെ തന്നെ നിന്നോ. നിന്റെ മുറി അങ്ങനെ തന്നെ ഇട്ടിരിക്കുക. അല്ല, അവരൊക്കെ എവിടെ? പള്ളിയിൽ പോയിരിക്കുക. ഇപ്പൊ വരും. മോൻ വാ. അലക്സ്, നീ ഒന്ന് വിളിച്ചു പറഞ്ഞത്. ഹലോ മമ്മ. മമ്മ. മമ്മ, നന്നായി പ്രാർത്ഥിച്ചോ മോനെ? പ്രാർത്ഥിച്ചു. മനസ്സ് തുറന്നു. ആ, മുസ്തഫ വന്നിട്ടുണ്ട്. വന്നോ? ആ, നീ പോയി അവന് ഭക്ഷണം കഴിക്കാൻ ഞാൻ വിളിക്ക്. വിളിച്ചിട്ട് വരാം. മുസ്തഫ, ഏയ് മുസ്തഫ, നീ ഇവിടെ വന്ന് കിടക്കാണോ? എത്ര കാലമായി കണ്ടിട്ട്. മോനെ, നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ അല്ല ജീവിതം. നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിക്കും, പക്ഷെ കാത്തിരിക്കുന്നത് മറ്റൊന്നാവും.